അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാനും മക്കളെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് വീഡിയോയിൽ വരുന്നത് ജോലി കഴിഞ്ഞിട്ട് വന്നേ ഉള്ളൂ. മക്കൾ ഇന്നങ്ങ് കുടുംബ വീട്ടിൽ ഇരിക്കുന്നത് കാരണം മസ്റൂറായ രാവിലെ സ്കൂളിൽ കൊണ്ടുപോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഞാൻ പണി കഴിഞ്ഞിട്ട് കുളിച്ചൊന്നുമില്ലെന്ന് ഒരുപാട് താമസിച്ചാണ് വന്നത്. ഇന്ന് 10:30-ക്കാണ് പോയതും പണിക്ക്. പിന്നെ ഇവൻ എൻ്റെ കൂടെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ആട്ടുകുട്ടിയില്ലേ, ഇവനാണ് അബു. പെൺകുട്ടി അങ്ങനെ വരില്ല. ഇവനാണ് എൻ്റെ കൂടെ ഭയങ്കര സ്നേഹവും. ചിലപ്പോൾ എൻ്റെ ആടിനെ കൊടുക്കുന്ന ഒരു സ്റ്റേജാണ്. കാരണം വീടിൻ്റെ പണി മുന്നോട്ട് പോകണമെങ്കിൽ പൈസ വേണം. പിന്നെ രണ്ടാമത്തെ കാര്യം, ആടിനെ കണ്ടങ്ങൾ അബൂട്ട പൊന്ന. ഇത് കരോളി ക്രോസ് ആണ്. ഒരാണും ഒരു പെണ്ണും. ഇവർ 2.5-3 മാസം അടുപ്പിച്ചായി. പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് ഈ ആടിനെ എനിക്കൊരാൾ തന്ന മുതലാണ് ഈ ആട്. കാന്താരിയുടെ കയ്യിൽ കടിക്കുന്നത്. അപ്പോഴേ ഞാൻ വീടിന് വേണ്ടി ഒരുപാട് പോസ്റ്റ് ഇട്ട്. ഇപ്പം തന്നെ അഡീഷണൽ എക്സ്ട്രാ പൈസയാണ്. 3 ദിവസമാണ് അതിര് കോരണേന്. അപ്പോഴും ഒരു ദിവസം 1500 രൂപ കൂലി വെച്ച് നിങ്ങളൊന്ന് കൂട്ടി വയ്ക്കാണ്. ബാത്റൂമിൻ്റെ ഡോറിൻ്റെ വെച്ചിരുന്ന പൈസയാണ് ഞാൻ എടുത്തത്. മുന്നോട്ട് പോകണമെങ്കിൽ ഇവരെ കൊടുത്താൽ എത്ര രൂപ കിട്ടുമെന്നോ. ഇപ്പം ആടിന് വില കുറവെന്ന് പറയുന്നു. ഇവനെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവനെയും ആമിനായെ ഇഷ്ടമാണ്. ആമിന ദായിക്കുന്നു. ആമിയെ കണ്ട എൻ്റെ കൂടെ എൻ്റെ പിറത്താണ് നിൽക്കുന്ന. എൻ്റെ കൂടെ ഭയങ്കര സ്നേഹമുള്ള ഞാൻ ഇത്രയും വളർത്തിയതിൽ ഏറ്റവും കൂടുതൽ സ്നേഹം ഈ 2 മക്കൾക്കാണ്. എൻ്റെ കൂടെ മുത്തം താ പൊന്നാന്ന് പറഞ്ഞാൽ മതി, എനിക്ക് മുത്തം തരും. പിന്നെ എൻ്റെ കൈ കാല് എൻ്റെ മടിയിൽ, ഇപ്പം ഞാൻ തിട്ടപ്പുറത്തിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ. തറയിലാണ് ഇരിക്കണമെങ്കിൽ എൻ്റെ മടിയിൽ കയറി എൻ്റെ മക്കളെ കാട്ടി മുമ്പേ ഇടിച്ച് കളഞ്ഞിട്ട് അവൻ നിൽക്കും. അവൻ എൻ്റെ അടുത്തുനിന്ന് മാറേ ഇല്ല. കണ്ട അപ്പോഴ് എനിക്ക് കൈ കടിക്കല്ല പൊന്നെ, അമ്മക്ക് വയ്യടി. അങ്ങനെ ഇന്ന് 3 ദിവസം കൊണ്ട് ഞാൻ പാലെടുത്ത് എല്ലാ വിളയും വെട്ടുന്നതുകൊണ്ട് ഭയങ്കര ക്ഷീണം. പിന്നെ എനിക്ക് ഈ വീടിൻ്റെ കാര്യത്തിന് വീടിൻ്റെ കാര്യത്തിന് എനിക്ക് പൈസയുടെ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഈ അതിര് കോരൽ 3 ദിവസം കൊണ്ടേ തീരോളെന്ന് പറയുന്നു. പിന്നെ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുവാണെങ്കിൽ സഹായിക്കണം. ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിച്ച് ഈ ആടിൻ്റെ രാവിലെ ഒരു നേരം കറക്കും. പിന്നെ കുട്ടികൾ കിടക്കുന്നതുകൊണ്ട് കൊടുക്കുക. ഇവർ വെള്ളം കുടിച്ചൊക്കെ തുടങ്ങി കേട്ടോ. 3 മാസം ആവാറായല്ലോ. പിന്നെ കൊമ്പുതാ ഇത്രയും വന്ന് അല്ലടാ, കണ്ട മടിയിൽ കയറുന്നണ്ട, പിറത്ത് കയറിയിരിക്കുന്നുണ്ട. പിന്നെ അത്രയ്ക്ക് സ്നേഹമുള്ള എൻ്റെ കുട്ടികളാണ്. അപ്പോഴേ എനിക്ക് കൊടുക്കാനും നല്ല വിഷമമുണ്ട്. കാരണം ഇതിനകത്ത് ഒരു ഗ്ലാസ് പാല് ഞാൻ കറന്ന് ചായ ഇട്ട് കുടിച്ചിട്ടാണ് ഞാൻ പോണത്. പിന്നെ എനിക്ക് റേഷൻ അരിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇവർക്ക് കഞ്ഞിയും പുളിയരിയൊക്കെ ഇട്ട് വേവിച്ച് കൊടുക്കുകയും പുല്ലൊക്കെ എല്ലാം കഴിച്ചോളും. അതുകൊണ്ട് എനിക്ക് വലിയ പിണ്ണാക്കിൻ്റെ ആവശ്യം ഇല്ല. തവിടും കൂടെ കലക്കി കൊടുത്താൽ മതി. ഇവരും പിണ്ണാക്കൊക്കെ കുടിച്ചോളും. ഇവന് ഭയങ്കര സ്നേഹമാണ് എൻ്റെ കൂടെ. ഇവനെ ഞാൻ അബുവെ എന്നാണ് പേരിട്ടേക്കണേ. എവിടെ ഞാൻ വിളിച്ചാലും എൻ്റെ അബുമോനെന്ന് വിളിച്ചാൽ മതി, പറന്നു വരും. പിന്നെ എനിക്ക് ഈ വീടിൻ്റെ എൻ്റെ ആട് കണ്ട ഇവരെ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ മസ്റൂറ ഭയങ്കര കരച്ചിലെന്ന്. 3 ദിവസം കൊണ്ട് എത്ര രൂപ വില കിട്ടുമെന്നാ ഒന്നും അറിയാൻ വയ്യ. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ സഹായിക്കാൻ പറ്റുവാണെങ്കിൽ ഈ വീടിൻ്റെ ലാസ്റ്റ്, ഇനിയിപ്പോൾ നമ്മളെ കയ്യിൽ പൈസ ഇല്ല ഒന്നും. കാരണം ഈ ലാസ്റ്റ് ഘട്ടത്തിൽ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ ഇതിനകത്ത് ഗൂഗിൾ പേ നമ്പരും അക്കൗണ്ട് നമ്പരൊക്കെ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുവാണെങ്കിൽ ഒന്ന് സഹായിക്കണം. പിന്നെ ഇവരെ കൊടുത്താൽ എനിക്ക് ആകെ ഉള്ളൊരു സമാധാനം ഇവരാണ്. കാരണം ഇവരുടെ ചിലവഴിക്കുന്ന സമയം, ഇവർ എൻ്റെ കൂടെ നിൽക്കുന്ന സമയം, എന്തെങ്കിലുമൊക്കെ സങ്കടമോ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇവർക്കൊപ്പം കുറേ നേരം വന്നിരുന്നാൽ എൻ്റെ സങ്കടം പോകും. പിന്നെ ഒരുപാട് പേര് പറഞ്ഞു ആട്ടിനെ കൊടുക്കല്ലേ, നിങ്ങളൊരു ചെറിയ എമൗണ്ട് ആണെങ്കിലും 100 രൂപയാണെങ്കിലും എന്നെ ഒന്ന് സഹായിക്കുകയാണെങ്കിൽ എൻ്റെ ഈ ആടിന് എനിക്ക് കൊടുക്കേണ്ടി വരില്ല. ആകെ ലാസ്റ്റുള്ള സമ്പാദ്യമാണ് എൻ്റെ ആട്. എൻ്റെ 2 ആട്ടുമക്കളുണ്ടായിരുന്നു. അവരെ സ്കൂൾ ഉറപ്പിന് കൊടുത്താണ് ഞാൻ ഇവർക്ക് ബുക്കും കാര്യങ്ങളൊക്കെ മക്കൾക്ക് മേടിച്ചത്. പിന്നെ നല്ല അറിവുള്ള ഒരാടാണ്. അതായത് ഒരു നേരം ഞാൻ 3 ഗ്ലാസ് പാല് കറക്കും, മോക്ക് 1 ഗ്ലാസും പിന്നെ 2 ഗ്ലാസ് ചായ ഇടാനും. പിന്നെ ഒരു നേരം ആട്ടും പാല് കവർ പാല് മേടിക്കും. പിന്നെ വെറും ചായയൊന്നും കുട്ടികൾ കുടിക്കില്ല. പിന്നെ മോൾക്ക് ഇങ്ങനെ ഈ മുഖത്ത് ഇങ്ങനെ കുത്തു വെളുപ്പ് പറ്റുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് കാൽസ്യത്തിൻ്റെ അളവ് കുറവാണ് അവൾക്കാണ്. അതുകൊണ്ട് ആൺകുട്ടികളെല്ലാം കഴിച്ചോളും. അതുകൊണ്ട് ആകെ തിരിയൊരു ആശ്വാസം ഈ ആട്ടുംപാലുള്ളതാണ്. അവൾക്കും അവൾക്ക് തീരെ വെയിറ്റും കുറവാണ്. മസ്റൂറയില്ലേ. അപ്പോഴേ എനിക്ക് എല്ലാം മേടിച്ച് കൊടുക്കാനുള്ള സാമ്പത്തികവും കുറവാണല്ല. 1 മാസം കൊണ്ടെത്തിച്ചിട്ട് വേണം അടുത്ത മാസം. ഇപ്പോൾ സ്പ്രേ തന്നെ ഞാൻ മേടിക്കാൻ ഇന്നലെ നിന്നിട്ട് പൈസയുടെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മേടിക്കാണ്ട് തിരികെ വന്നു. കാരണം അതും എല്ലാം കൂടെ വരുമ്പോൾ മരുന്നെല്ലാം കൂടെ മേടിക്കുമ്പം ഒരു പരുവത്തിൽ കൂടെ കൊണ്ടുപോകണം, അത്രയേ ഉള്ളൂ.
അപ്പം നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുവാണേലും ഒന്ന് സഹായിക്കണം. വീടിൻ്റെ ലാസ്റ്റ് ഘട്ടമാണ്. പൈസയുടെ ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പം തന്നെ ഇത് എന്നെ ഒരു പ്രതീക്ഷിക്കാത്ത ചിലവാണ്. ഇന്നിപ്പോൾ 1500 കൊടുത്തു, ഇനി നാളെ 1500, മറ്റന്നാൾ 1500. എന്നാലേ നമ്മളെ കറണ്ടിൻ്റെ കാര്യങ്ങൾ, ഈ അതിര് കോരി കൊടുത്താലേ കറണ്ടിൻ്റെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. നമ്മൾ പ്രതീക്ഷിച്ച കണക്കല്ല. ഈ പൈസ ആണെങ്കിൽ ഞാൻ ബാത്റൂമിൻ്റെ ഡോറിന് വേണ്ടി വെച്ചിരിക്കുകയായിരുന്നു. ഈ പൈസ ഞാൻ ബാത്റൂമിൻ്റെ ഡോറിന് വേണ്ടി വെച്ചിരുന്ന പൈസയാണ്. എൻ്റെ കൂട്ടുകാരിയും ഒരു ഇത്തായും കൂടെ അയച്ചു തന്ന പൈസയാണ് ഇനിയിപ്പോൾ എടുക്കാൻ പോണത്. നിങ്ങൾ 100 രൂപയാണെങ്കിലും ഒരു ഗൂഗിൾ പേ നമ്പർ അയച്ചു തന്നാൽ എനിക്കിവരെ ഒരു റമദാൻ വരെ നിർത്തണമെന്നാണ്. ഇപ്പോൾ കൊടുത്ത ആട്ടിന് വില കുറവെന്ന് പറയുന്നത്. ചിക്കന് വില കുറവാകുമ്പോഴേ ആടിന് വില കുറയും. കാരണം ഇറച്ചിക്ക് മാർക്കറ്റ് കുറയും. ഈ കമ്പോളം നമ്മൾ എത്ര പിന്നെ കറവയുള്ള ആടാണെന്ന് പറഞ്ഞാലും ആളുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാൻ നേരം വില കുറവാണ് എല്ലാത്തിനും. ഇപ്പോഴും നിങ്ങളെൻ്റെ ചാനൽ കാണാം. ഞാൻ നല്ല ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം ഒരു സങ്കടം തോന്നി, ആരുടെയും മിണ്ടാനില്ലാത്തതുകൊണ്ടൊരു സങ്കടം തോന്നിയപ്പോൾ ഒരു ലൈവ് ഇട്ടതാണ്. പിന്നെ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളടുത്ത് അത്രയും ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഞാൻ പടച്ചോ സത്യം ഇവിടം വരെ എത്തി. മക്കൾ 3 പേരും കുടുംബത്ത് നിൽക്കുന്ന ഇന്ന് വീടിൻ്റെ വീഡിയോ ഇടണമെന്ന് പറഞ്ഞു തന്നപ്പോൾ വീടിൻ്റെ പണി സ്റ്റാർട്ടായില്ല. ഈ അതിര് കെട്ടലാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വീട് കാണിച്ചു തരാം. ഒരു പണി അങ്ങോട്ട് തുടങ്ങിയിട്ടില്ല. പൈസയുടെ നല്ല ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും ഇനിയിപ്പോൾ ബാത്റൂമിൻ്റെ ഡോറിന് പൈസ ഒപ്പിക്കണം, പിന്നെ ഫ്രണ്ടിൽ ഗ്രില്ലിടണം, തറ സെറ്റാക്കണം, അതിൻ്റെ കൂലി, പ്ലംബിങ് കൂലി. ഒന്ന് പഠിച്ചവനെ ദേഷ്യം കണ്ട. അവന് മൈൻഡാക്കാത്തതുകൊണ്ടാണ്, ദേഷ്യമാണ് അവന്. ഭയങ്കര കുരുത്തക്കേടാണ്. ഞാനിപ്പോൾ മറ്റുള്ള സ്നേഹിക്കുകയാണെങ്കിൽ എൻ്റെ മുതുവത്ത് വന്നിട്ട് എൻ്റെ അടുത്തുനിന്ന് മാറൂല. അവൻ അത്രയ്ക്ക് സ്നേഹമാണ്. കണ്ട എൻ്റെ മുതുവത്ത് വെച്ച് ഇടിക്കും. അവനാണ് എൻ്റെ കൂടെ ഭയങ്കര സ്നേഹം. ഞാൻ പൊന്നേന്ന് വിളിച്ചാൽ മതി ഓടി വരും. അപ്പൂട്ടാ പൊന്ന. ഇവളങ്ങനെ വരില്ല, പെൺകുട്ടി അങ്ങനെ വരില്ല. പോടാ പൊന്ന. പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങൾ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം. അപ്പോൾ എൻ്റെ വീടിന് വേണ്ടി ഞാൻ അക്കൗണ്ട് നമ്പർ, നിങ്ങൾക്ക് ശമ്പളം കിട്ടിയിട്ടില്ലാത്തൊരവസ്ഥയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഇത് അക്കൗണ്ട് നമ്പർ നോക്കിയിട്ട് ഒക്കെങ്കിലും ഒന്ന് സഹായിക്കണം. കാരണം ഈ വീടിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ എനിക്ക് സ്ഥിരം ഒരു പണിക്ക് പോവാതെ നടക്കില്ല. ഇന്ന് 3 ദിവസം കൊണ്ട് ശരീരം ഒട്ടും വയ്യ. ഭയങ്കര തലവേദനയും രാത്രിയായ കയ്യും കാലും കഴപ്പും. ഇപ്പോഴത്തെ ചൂട് നിങ്ങൾക്ക് അറിയാലോ, ചൂട്. ഇപ്പോഴിത്രയൊക്കെ ഉള്ളു മക്കളെ വിശേഷങ്ങൾ. ഇനി ഞാൻ കുളിച്ചിട്ട് പോകണം. ഇന്ന് ഇവിടെ ചോറ് വെച്ചില്ല. കുളിച്ചിട്ട് കുടുംബ വീട്ടിൽ പോയിട്ട് വേണം ചോറ്. കാരണം രാവിലെ മോളെ സ്കൂളിൽ കൊണ്ടാക്കി പിന്നെ തിരിച്ച് വന്ന് ഇവിടെ വന്ന് ഡ്രസ്സ് മാറി പണിക്ക് പോയി താമസിച്ച്. അപ്പം മുതലാളി ചോദിക്കുകയും ചെയ്തു, നീ എവിടെ പോരുന്ന്, 10:30 മണിയായില്ലേ എന്ന്. സാധാരണ 10:30 ആകുമ്പോൾ ഒരു വിള എടുത്ത് തീരുന്നതാ. ഇതിപ്പോൾ എന്തൊക്കെയാണെന്തോ ഒട്ടും വയ്യ. ഇന്ന് 3 ദിവസം കൊണ്ട് ഒട്ടും വയ്യ. ഭക്ഷണം പോലും ഈ ഉച്ച കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കാനും വിശപ്പ് തണുത്താൽ പിന്നെ ഒന്നിനും തോന്നേയില്ല. ഇനിയിപ്പോൾ കുളിച്ച് കാര്യങ്ങളൊക്കെ നോക്കി വീട്ടിൽ പോയി. അസറിൻ്റെ ബാങ്ക് വെക്കും. ഇനിയിപ്പോൾ ചോറ് ഇല്ലല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് മക്കളെ വിശേഷങ്ങൾ? നിങ്ങളെ വിശേഷങ്ങൾ രേഖപ്പെടുത്തണം. നിങ്ങൾ കൈവിട്ട് കളയല്. എൻ്റെ നിവർത്തിയില്ലായ്മ കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്. കാരണം ഈ അതിര് കെട്ടാനും ബാത്റൂമിൻ്റെ ഡോറും പലരും സഹായിക്കാമെന്ന് പറഞ്ഞ് വാഗ്ദാനം തന്ന് പറ്റിച്ച്. അതൊക്കെ പോട്ടെ, നമ്മൾ ജനമാണെങ്കിലും പലവിധമല്ലേ, അത്രയും മാത്രം കരുതിയാൽ മതി. അപ്പോൾ അസ്സലാമു അലൈക്കും.